ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ പറമ്പിലെ കുറച്ച് വിശേഷങ്ങളും ജോലികളുമാണ് നിങ്ങളുമായി പങ്കുവെക്കുക. അധ്വാനത്തിന്റെ ഫലം കിട്ടുമ്പോഴുള്ള ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെന്താണെന്ന് അറിയണ്ടേ? വാ കാണാം. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ പറമ്പിൽ നന്നായി വിളഞ്ഞു നിന്ന വാഴക്കുല വെട്ടാൻ ഇറങ്ങിയതാ. നല്ല ഒന്നാം തരം ആണിപ്പൂവനാണ്. ജൈവരീതിയിൽ വളർത്തിയത് കൊണ്ട് കുലയ്ക്ക് നല്ല വലിപ്പവും കാണാൻ നല്ല ഭംഗിയുമുണ്ട്. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വിളവ് വെട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. നാടൻ പഴങ്ങളിൽ തന്നെ രുചി കൊണ്ടും ഗുണം കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ആണിപ്പൂവൻ. സാധാരണ പഴത്തിനേക്കാൾ നല്ല മധുരവും തോലിന് കട്ടി കുറവും ഉള്ളിലെ പഴത്തിന് നല്ല ഉറപ്പും ഉള്ളതുകൊണ്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഇത്. ജൈവവളങ്ങൾ മാത്രം നൽകി പൂർണ്ണമായും പ്രകൃതിദത്തമായ രീതിയിലാണ് ഇത് വളർത്തിയത്. അതുകൊണ്ട് തന്നെ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി രുചിയും ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ടാകും. വാഴക്കുല വെട്ടിയെടുത്ത് നേരെ അടുത്തുള്ള കടയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിഫലത്തിന് നല്ലൊരു വില കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് അടുത്ത തവണ കൂടുതൽ കൃഷി ചെയ്യാൻ നമുക്ക് പ്രചോദനമാകും. അങ്ങനെ വാഴക്കുല വെട്ടിയതിനു ശേഷം ഞങ്ങൾ സപ്പോട്ട പറിക്കാൻ പോയി. സപ്പോട്ടയിൽ നിറയെ കായ്കൾ പിടിച്ചു നിൽപ്പുണ്ട്. കിളികളും വവ്വാലുകളും കായ്കൾ കൊത്തി നശിപ്പിക്കുന്നത് കൊണ്ട് കവർ ഇട്ട് കൊടുക്കുന്ന പണിയാണ് പിന്നീട് ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കേടുപാടുകളില്ലാത്ത നല്ല സപ്പോട്ട നമുക്ക് പറിച്ചെടുക്കാം. മരത്തിന്റെ താഴെ നിന്നുമൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് കവറിട്ട് കൊടുത്തത്. ഓരോ കായ്ക്കും ഇങ്ങനെ കവറിട്ട് കെട്ടിക്കൊടുക്കാൻ നല്ല ക്ഷമ വേണം. എന്നാലും വിഷമടിക്കാത്ത നല്ല പഴം കിട്ടാൻ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഓരോ കായ്കളും നമ്മൾ ശ്രദ്ധാപൂർവം കവറിട്ട് കെട്ടിക്കൊടുത്തു. പാകമായത് കവറയച്ച് പറിച്ചെടുക്കുകയും ചെയ്തു. കണ്ടില്ലേ ഒരു പഴം കിളി കൊത്തിയത്? പറിച്ചെടുക്കുമ്പോഴേക്കും നല്ല കട്ടിയുള്ള കറ വരുന്നുണ്ട്. മരത്തിൽ നിന്നും പറിച്ച ഉടനെ തന്നെ ഇതാരും കഴിക്കാറില്ല. ഇതിനെ കഴുകി തുടച്ച് പഴുപ്പിക്കാം. ഇത്രയും സപ്പോർട്ടയാണ് ഞങ്ങൾക്ക് ഈ കൊച്ചു മരത്തിൽ നിന്ന് കിട്ടിയത്. ഇത് 4ാമത്തെ വിളവെടുപ്പാണ്.